നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ ലീഗ് കേരളയിലെ മൂന്നാമത്തെ മത്സരത്തിൽ തിരുവനന്തപുരം കൊമ്പൻസിനെ തിരുവനന്തപുരത്തിൻ്റെ മണ്ണിലിട്ട് കണ്ണൂരിൻ്റെ പോരാളികൾ കണ്ണൂർ വാരിയേഴ്സ് പരാജയപ്പെടുത്തിയിരിക്കുന്നു. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം 3-2 കണ്ണൂർ വാരിയേഴ്സ് വിജയിച്ചു കയറിയിരിക്കുന്നത്. മനോഹരമായ ഒരു പോരാട്ടം കണ്ട മത്സരത്തിൽ, വാശിയേറിയ പോരാട്ടത്തിൽ 3-2 വിജയം കണ്ണൂർ നേടുമ്പോൾ അവർക്ക് വേണ്ടി ഷിജിൻ ടിയും സെനഗൽ താരം അബ്ദുൽ കരീം സാമ്പുമാണ് ഗോളുകൾ അടിച്ചത്. ശേഷിക്കുന്ന ഗോൾ കൊമ്പൻസ് താരം ഫിലിപ്പ് ആൽവസിൻ്റെ സെൽഫ് ഗോളായിരുന്നു. മറുഭാഗത്ത് ഊട്ടിമാർ ബിസ്പോ, വിഗ്നേഷ് എന്നിവരാണ് കൊമ്പൻസിൻ്റെ ആശ്വാസ ഗോളുകൾ നേടിയത്. രണ്ട് ടീമും ആക്രമണത്തിന് പ്രാധാന്യം നൽകി കളിച്ചൊരു മത്സരമാണ്. ആ മത്സരത്തിൽ ഇരുഭാഗത്തേക്കും നീക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഒടുവിൽ 28-ാമത്തെ മിനിറ്റിലാണ് കണ്ണൂരിൻ്റെ ഗോൾ പിറക്കുന്നത്. സ്പാനിഷ് താരം ഏസിയർ ഗോമസ് എടുത്ത കോർണറിൽ നിന്ന് ഉയർന്നു വന്ന പന്ത് ആരും മാർക്ക് ചെയ്യാതെ നിന്ന ഷിജിൻ ടി അനായാസം വലയിലേക്ക് അടിക്കുകയായിരുന്നു. 1-0 ലീഡ് അവിടെയായി. കൃത്യമായ ആസൂത്രണത്തോടെ കണ്ണൂർ പട നീക്കങ്ങളുമായിട്ട് എത്തിയപ്പോൾ മറുഭാഗത്ത് റൊണാൾഡ് മെക്കലിസ്റ്റീൻ്റെ ഒറ്റയാൻ മുന്നേറ്റങ്ങൾ മാത്രമാണ് കൊമ്പൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. രണ്ടാം പകുതിയിൽ വീണ്ടും കളി മികച്ച രൂപത്തിലേക്ക് മാറുന്ന കാഴ്ച. കൊമ്പൻസ് 7-ാമത്തെ മിനിറ്റിൽ തന്നെ, രണ്ടാം പകുതിയുടെ 7-ാമത്തെ മിനിറ്റിൽ തന്നെ തിരിച്ചടിച്ചു. ഊട്ടിമാൾ ബിസ്പോയെ വികാസ് ഫൗൾ ചെയ്തതിന് റഫറി പെനാൽറ്റി വിധിക്കുകയായിരുന്നു. ആ കിക്കെടുത്ത ഊട്ടിമാർ ബിസ്പോ കണ്ണൂർ ഗോൾ കീപ്പർ ഉബൈദിന് ഒരു അവസരവും കൊടുക്കാതെ പന്ത് വലയിലേക്ക് എത്തിച്ചപ്പോൾ സ്കോർ ലൈൻ 1-1. കളി പിന്നീടങ്ങ് മുറുകുകയായിരുന്നു. എന്നാൽ പിന്നീട് വീണ്ടും ലീഡിലേക്ക് പോകുന്ന കണ്ണൂർ വാരിയേഴ്സിനെയാണ് നമ്മൾ കണ്ടത്. മുഹമ്മദ് സിനാൻ പായിച്ച ശക്തിയേറിയ ക്രോസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി കൊമ്പൻസിൻ്റെ ഫിലിപ്പ് ആൽവീസിൻ്റെ ശ്രമം പരാജയപ്പെട്ട് സ്വന്തം വലയിലേക്ക് കയറിയതോടെ കണ്ണൂരിന് ലീഡായി. തുടർന്ന് മത്സരം അവസാന ഘട്ടത്തിലേക്ക് പോകുന്നു. ഇഞ്ചുറി ടൈമിൽ അടുത്ത ഗോൾ പിറക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മുഹമ്മദ് സിനാൻ്റെ ക്രോസിൽ നിന്ന് സ്കോർ ചെയ്ത് അബ്ദുൽ കരീം സാമ്പ് കണ്ണൂരിൻ്റെ വിജയം ഉറപ്പിക്കുകയായിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിൽ വിഗ്നേഷ് ഫ്രീ കിക്ക് ഗോളിലൂടെ കൊമ്പൻസിൻ്റെ പരാജയ ഭാരം ഒന്ന് കുറച്ച് 3-2 എന്ന രൂപത്തിലേക്ക് മാറ്റി. എന്നാൽ പോലും വിജയം സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു കണ്ണൂർ വാരിയേഴ്സ്. ഏതായാലും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, ആദ്യ റൗണ്ടിലെ 3 മത്സരങ്ങളിലും പെനാൽറ്റി പിറന്നു എന്നുള്ളതാണ്. ഇപ്പം ഈ കളി കാണാൻ വേണ്ടി ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലെത്തിയത് 7452 കാണികളായിരുന്നു എന്നതാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്ക്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.